ഹായ് എവ്രിവൺ, വെൽക്കം ടു ടോസ് അക്കാഡമി. അപ്പോൾ ഇന്ന് ടോസ് അക്കാഡമി നിങ്ങൾക്ക് മുന്നിൽ എത്തിയിരിക്കുന്നത് HSA മാത്തമാറ്റിക്സിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ്. ഒരു 4 മാസത്തെ സ്റ്റഡി പ്ലാൻ. നമ്മുടെ HSA മാത്തമാറ്റിക്സിൻ്റെ സിലബസ് മൊത്തത്തിൽ 4 മാസം കൊണ്ട് എങ്ങനെ കവർ ചെയ്യാം, അതുപോലെ തന്നെ ഒരു പ്രോപ്പർ റിവിഷൻ എങ്ങനെ നടത്താം. ഓക്കെ, അപ്പോൾ നമുക്കറിയാം നമ്മുടെ സിലബസിൽ ടോട്ടൽ 3 പാർട്ടുകളുണ്ട് അല്ലേ? പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3. ഇതിൽ മാത്സിൻ്റെ പാർട്ട് 3യുടെ ഒരു സ്റ്റഡി പ്ലാനാണ് നമ്മളിവിടെ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. പാർട്ട് 3യിൽ ടോട്ടൽ 8 മൊഡ്യൂൾസ് ഉണ്ട്. ആ 8 മൊഡ്യൂൾ അതാണ് നമ്മുടെ സബ്ജക്റ്റ് വരുന്നത്. 8 മൊഡ്യൂൾസിൽ ആദ്യത്തെ 5 മൊഡ്യൂൾ മാത്തമാറ്റിക്സും ബാലൻസ് ഉള്ള 3 മൊഡ്യൂൾ 6, 7, 8 സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. അപ്പോൾ ഇതൊരു നമുക്ക് നമ്മുടെ ഒരു സ്വപ്ന ജോലിയിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു എക്സാമാണ് അല്ലേ? അപ്പോൾ ആ ജോലി നേടുന്നതിന് ഇപ്പോൾ നിങ്ങൾക്ക് മാത്സ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർ സ്റ്റാറ്റിസ്റ്റിക്സ് അറിയില്ല എന്ന് പറഞ്ഞത് അവോയ്ഡ് ചെയ്യരുത്. അപ്പോൾ ഇങ്ങനെ ഒരു എക്സാം ആയതുകൊണ്ട് തന്നെ മസ്റ്റായിട്ടും സ്റ്റാറ്റിസ്റ്റിക്സും നിങ്ങൾ പഠിച്ചിരിക്കണം. നമ്മുടെ സിലബസിലെ 8 മൊഡ്യൂൾസും കവർ ചെയ്ത് കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. അപ്പോൾ ഈ ഒരു 4 മാസം കൊണ്ട് എങ്ങനെ ചിട്ടയായ ഒരു പ്ലാനോടുകൂടി കൃത്യമായിട്ട് പഠിക്കാം എന്ന് നോക്കാം. നിങ്ങൾക്ക് നിങ്ങളുടേതായ സംഭവങ്ങൾ, അതായത് സജഷൻസും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാം. അതനുസരിച്ചിട്ട് കൃത്യമായ പ്ലാനോടുകൂടി ചിട്ടയായിട്ട് ഒരു പഠനം മുന്നോട്ട് കൊണ്ടുപോകുക. അപ്പോൾ നമ്മൾ എല്ലാ മൊഡ്യൂൾസും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ റിവൈസ് ചെയ്യാനുള്ള ടൈമും നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വൈകാതെ തന്നെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പം ഫസ്റ്റ് മന്തിൽ നമ്മൾ നമ്മുടെ ഒരു ഫൗണ്ടേഷൻ ബിൽഡ് ചെയ്തെടുക്കുക. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് മന്തിൽ ഇവിടെ 2 വീക്സ്, വീക്ക് 1 ടു വീക്ക് 2, ആദ്യത്തെ 2 വീക്ക് കൊണ്ട് നമ്മൾ മൊഡ്യൂൾ 1 കംപ്ലീറ്റ് കവർ ചെയ്യാൻ പോവാണ്. മൊഡ്യൂൾ 1ൽ സെറ്റ്സ്, റിലേഷൻസ്, ഫങ്ഷൻസ്, ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ്, അതുപോലെ തന്നെ ഇൻറ്റക്ഷൻ, പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ, അതുപോലെ ട്രിഗണോമെട്രി, ജോമെട്രി. ട്രിഗണോമെട്രിയിൽ ഐഡൻറ്റിറ്റീസ് വരുന്നുണ്ട്, ട്രയാങ്കിൾസ് വരുന്നുണ്ട്, അതുപോലെ തന്നെ ഹൈറ്റ്സ് ആൻഡ് ഡിസ്റ്റൻസിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ ജോമെട്രിയിൽ പോളിഗൺ, സർക്കിൾ, സോളിഡ്സ്, വോളിയം, സർഫസ് ഏരിയ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണ് നമ്മുടെ മൊഡ്യൂൾ 1ൽ വരുന്നത്. അപ്പോൾ നിങ്ങൾ ഏത് മാസമാണോ സ്റ്റാർട്ട് ചെയ്യുന്നത്, ആദ്യത്തെ 2 ആഴ്ച കൊണ്ട് ഒരു ഫൗണ്ടേഷൻ ബിൽഡ് ചെയ്ത് വയ്ക്കുക. ബേസിക് കൺസെപ്റ്റ്സ് ഒക്കെ അതിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുക. ദെൻ വീക്ക് 3 ടു വീക്ക് 4, വീക്ക് 3, വീക്ക് 4ൽ മൊഡ്യൂൾ 2ലേക്ക് വരുമ്പോൾ നമുക്ക് നമ്പർ തിയറിയും അതുപോലെ തന്നെ മെട്രിക്സും ആണ് വരുന്നത്. വളരെ ചെറിയൊരു മൊഡ്യൂളാണ്. നമ്പർ തിയറിയിൽ GCD, LCM, ഡിവിസിബിലിറ്റി, കോൺഗ്രുവൻസ്, ഫോർമാറ്റ്സ് തിയറം, ലീനിയർ കോൺഗ്രുവൻസ്, ഇങ്ങനെ പറയുന്ന കാര്യങ്ങളാണ് നമ്പർ തിയറിയിൽ വരുന്നത്. അതുപോലെ തന്നെ മെട്രിക്സിൽ ടൈപ്പ് ഓഫ് മെട്രിക്സസ്, അതുപോലെ തന്നെ ഓപ്പറേഷൻസ്, ഇൻവേഴ്സ്, റാങ്ക്, പിന്നെ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ്, ഏഗൻ വാല്യൂസ്, കേലി ഹാമിൽട്ടൺ തിയറം. വളരെ സിമ്പിളായിട്ടുള്ളൊരു മൊഡ്യൂളാണ് മൊഡ്യൂൾ 2. അപ്പോൾ ഇത്രയും ടോപ്പിക്സ് വേണം നിങ്ങൾ ഈ 2 വീക്കിൽ കവർ ചെയ്യാനായിട്ടുള്ളത്. ഓക്കെ, ഇനി ചെയ്യേണ്ടത് വീക്കിലി നിങ്ങൾ എന്ത് ചെയ്യണം? പ്രാക്ടീസ് നടത്തണം അല്ലേ? പ്രോബ്ലംസിൻ്റെ വീക്കിലി മാത്രമല്ല, ഡെയിലി നിങ്ങൾ ഓരോ ടോപ്പിക്ക് പഠിക്കുമ്പോഴും ആ ടോപ്പിക്കിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, പിന്നെ മോക്ക് ടെസ്റ്റുകളും നിങ്ങൾ അറ്റൻഡ് ചെയ്ത് നോക്കണം. ഓക്കെ, ഇനി എന്തൊക്കെ ചെയ്യേണ്ടത്? ഇവിടെ നമ്മൾ നമ്മുടെ ഈ പറഞ്ഞിട്ടുള്ള ഒരു ഷോർട്ട് നോട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നത് നന്നായിരിക്കും. ഈ 2 മൊഡ്യൂൾസിലെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഷോർട്ടായിട്ട് നിങ്ങളൊന്ന് എഴുതി വയ്ക്കുക. ദെൻ ആ വീക്ക്ലി പ്രാക്ടീസിൽ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് മോക്ക് ടെസ്റ്റുകൾ ഇൻക്ലൂഡ് ചെയ്യുക, പ്രോബ്ലംസ്, ഡെയിലി പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യുക, അതുപോലെ തന്നെ നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിട്ട് ഈ പറയുന്ന 2 മൊഡ്യൂൾസിൽ വന്നിട്ടുള്ള സംഭവങ്ങൾ നിങ്ങൾ കവർ ചെയ്യുക. ഓക്കെ, പിന്നെ ആ 2 വീക്ക് കഴിയുമ്പോൾ ജസ്റ്റ് നിങ്ങളൊന്ന് റിവൈസ് ചെയ്ത് നോക്കുക. ലാസ്റ്റ് ഡേ റിവൈസ് ചെയ്ത് നോക്കുക. അടുത്തത് സെക്കൻഡ് മന്തിലേക്ക് വരുമ്പോൾ വീക്ക് 5, വീക്ക് 6 നമ്മളവിടെ കാൽക്കുലസാണ് നമ്മൾ മെയിനായിട്ട് നോക്കുന്നത്. മൊഡ്യൂൾ 3ൽ ലിമിറ്റ്സ്, കണ്ടിന്യൂറ്റി, ഡിഫറൻസിയേഷൻ, റോൾസ് തിയറം, മീൻ വാല്യൂ തിയറം, ടൈലേഴ്സ്, മക്ലോറിൻസ്, എൽ ഹോസ്പിറ്റൽ റൂൾ, മാക്സിമം മിനിമം, ഇൻഫ്ലക്ഷൻ, ടാൻജൻറ്റ്, നോർമൽസ്, ഇൻ്റഗ്രേഷൻ, അതുപോലെ തന്നെ അതിൻ്റെ മെത്തേഡുകൾ, ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ, പിന്നെ ആപ്ലിക്കേഷൻസ് ആയ ഏരിയ, വോളിയം, ഡബിൾ ഇൻ്റഗ്രൽ, ട്രിപ്പിൾ ഇൻ്റഗ്രൽ, അതൊക്കെ. അപ്പോൾ ഈ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് ആദ്യത്തെ 2 മൊഡ്യൂളിനെ പോലെ അത്രയ്ക്ക് സിമ്പിളല്ല.
ഈ ലിമിറ്റും ഡിഫറൻസിയേഷനും കണ്ടിന്യൂറ്റിയും ഒക്കെ എളുപ്പമായിരിക്കും. കുറച്ചുകൂടി അങ്ങോട്ട് വരും തോറും ഇൻ്റഗ്രേഷൻ്റെ ഇപ്പോൾ ഈ ആപ്ലിക്കേഷൻസ് കണ്ടില്ലേ, ഏരിയ, വോളിയം, ആ സംഭവങ്ങൾ, അതിൽ കുറച്ച് അധികം ശ്രദ്ധ കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓരോ പോർഷൻസ് പഠിക്കുമ്പോഴും ആ പോർഷൻസിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഷോർട്ട് നോട്ടുകൾ പ്രിപ്പയർ ചെയ്ത് നോക്കുക. ഓക്കെ, ദെൻ വീക്ക് 5 to 6 ഒരു 6th ഡേ ആകും, 6th വീക്കിലെ ലാസ്റ്റ് ഡേ ഒക്കെ ആകുമ്പോൾ എന്തൊക്കെയാണോ പഠിച്ചേക്കുന്നത് എന്നുള്ളൊരു കാര്യങ്ങൾ റിവൈസ് ചെയ്യുക. ഓരോ ടോപ്പിക്ക് പഠിക്കുമ്പോഴും കൃത്യമായിട്ട് അതിലെ പ്രോബ്ലംസും വർക്കൗട്ട് ചെയ്ത് പഠിക്കുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് റഫർ ചെയ്ത് നോക്കുക. മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുക. ഇനി വീക്ക് 7 to 8 മൊഡ്യൂൾ 4 ആണ് സീക്വൻസ് ആൻഡ് സീരീസ്, കൺവേർജൻസ്, അതിനകത്ത് അതിൻ്റെ കൺവേർജൻസ് ടെസ്റ്റ് ചെയ്യാനുള്ളതൊക്കെ, അതുപോലെ തന്നെ കോംപ്ലക്സ് നമ്പേഴ്സ്, പോളാർ ഫോം റൂട്ട്സ് ഒക്കെ കണ്ടുപിടിക്കുന്നത്, പിന്നെ കോംപ്ലക്സ് ഫങ്ഷൻസ്, അനലിറ്റിക് ഫങ്ഷൻസ്, ടേലർ ലോറൻസ് സീരീസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, പിന്നെ ടോപ്പോളജി, ബേസിക് ആയിട്ടുള്ള ടോപ്പോളജി കൺസെപ്റ്റ്സുകൾ, അതായത് ഓപ്പൺ സെറ്റ്, ക്ലോസ്ഡ് സെറ്റ്സ്, കൺവേർജൻസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അവിടെയും മൊഡ്യൂൾ 4 കവർ ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, ഇപ്പോൾ ഇവിടെ വീക്കിലി പ്രാക്ടീസ് അവിടെ കൊടുത്തിട്ടുള്ള കാൽക്കുലസ് ആൻഡ് സീരീസ് പ്രോബ്ലം പ്ലസ് 1 ടോപ്പിക് ടെസ്റ്റ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാൻ കേട്ടോ. ജസ്റ്റ് ഒരു എന്താ പറയുക, ഒരു പ്ലാൻ നിങ്ങൾക്ക് തന്നേ ഉള്ളൂ. നിങ്ങളുടേതായ രീതിയിൽ ഈ പ്ലാനിനെ മോഡിഫൈ ചെയ്തിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന രീതിയിൽ ഇതിനെ അറേഞ്ച് ചെയ്ത് പഠിക്കുക കേട്ടോ. അപ്പോൾ കാൽക്കുലസ് ആകുമ്പോൾ കുറച്ചധികം നിങ്ങൾ റിവൈസ് ചെയ്യേണ്ടതായിട്ട് വരും. ഇപ്പോൾ ഓരോ ദിവസവും പഠിക്കുന്ന ടോപ്പിക്ക് ജസ്റ്റ് പിറ്റേ ദിവസം പഠിക്കാൻ ഇരിക്കുന്നതിനേക്കാളും തൊട്ട് മുമ്പൊന്ന് റിവൈസ് ചെയ്യുന്നത് നന്നായിരിക്കും, പ്രത്യേകിച്ച് ഈ ഒരു കൺസെപ്റ്റ് കേട്ടോ. ഇനി നമുക്ക് അടുത്ത മാസത്തേക്ക് കിടക്കാം, മന്ത് 3. ഓക്കെ, അപ്പോൾ അവിടെ നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ വരുവാണ് കേട്ടോ. അതുപോലെ തന്നെ വെക്റ്ററും ഡിഫറൻസിയേഷനാണ് നമ്മുടെ മൊഡ്യൂൾ 5 വരുന്നത്. വീക്ക് 9 to 10 കവർ ചെയ്യാനുള്ള ടോപ്പിക്കുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. വെക്റ്റർ ആൻഡ് അതുപോലെ തന്നെ വെക്റ്റർ ഇൻ്റഗ്രേഷൻ, ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഇപ്പോൾ വെക്റ്റർ ഇൻ്റഗ്രേഷൻ അതിലേക്ക് വരുമ്പോൾ കുറച്ച് തിയറംസ് ഒക്കെ നമുക്ക് അവിടെ ഉണ്ട്. അപ്പോൾ ആ തിയറംസ് ഒക്കെ കൃത്യമായിട്ട് കവർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതായത് കുറച്ച് ഗ്രീൻസ് തിയറം, അങ്ങനെയുള്ള കുറച്ച് നെയിംഡ് തിയറംസ് ഒക്കെ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെ കവർ ചെയ്യാനായിട്ട് നോക്കുക. പിന്നെ അതിനകത്ത് മെയിനായിട്ടും ഈ വെക്ടേഴ്സിൽ മെയിനായിട്ടും വരുന്ന യൂണിറ്റ് വെക്റ്റർ, കൊളീനിയർ വെക്റ്റർ, കോപ്ലാനർ വെക്റ്റർ, പിന്നെ ലൈക്ക് ആൻഡ് അൺലൈക്ക് വെക്റ്റർ, ഓർത്തോഗണൽ, അതുപോലെ തന്നെ ഡോട്ട് പ്രൊഡക്റ്റ്, ക്രോസ് പ്രൊഡക്റ്റ്, ഇതൊക്കെ എക്സാമിന് ക്വസ്റ്റ്യൻസ് കാണുന്നുണ്ട് കേട്ടോ. വെക്റ്റർ ഡിഫറൻസിയേഷൻ, യൂണിറ്റ് ടാൻജൻറ്റ് വെക്റ്റർ, യൂണിറ്റ് നോർമൽ വെക്റ്റർ, കർവേച്ചർ, ടോർഷൻ, വെക്റ്റർ ഫീൽഡ്, സ്കേലാർ ഫീൽഡ്, ഗ്രേഡിയൻറ്റ്, ഡൈവേർജൻസ്, കേൾ, ഡയറക്ഷണൽ ഡെറിവേറ്റീവ്സ്, ഇതൊക്കെയാണ് നമ്മുടെ വെക്ടേഴ്സിൽ വരുന്നത്. ഇനി വെക്റ്റർ ഇൻ്റഗ്രേഷനിൽ ലൈൻ ഇൻ്റഗ്രൽസ്, കൺസർവേറ്റീവ് ഫീൽഡ്, ഗ്രീൻസ് തിയറം, അങ്ങനെയുള്ള കാര്യങ്ങൾ, സ്റ്റോക്സ് തിയറം, ഡൈവേർജൻസ് തിയറം, അതൊക്കെ കവർ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അത് കവർ ചെയ്യാനായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് MG യൂണിവേഴ്സിറ്റിയുടെ 3rd സെമസ്റ്ററിൽ കോംപ്ലിമെൻ്ററി ഫിസിക്സ് കെമിസ്ട്രിയുടെ കോംപ്ലിമെൻ്ററി മാത്സ് ടെക്സ്റ്റ് എടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അതിൽ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് പഠിക്കുന്നത് നന്നായിരിക്കും കേട്ടോ. പിന്നെ ഡിഫറൻഷ്യൽ ഇക്വേഷനാണ് അടുത്തത്. ഇപ്പോൾ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ നമുക്ക് ഫസ്റ്റ് ഓർഡർ കൂടുതലും ഫസ്റ്റ് ഓർഡറും സെക്കൻഡ് ഓർഡറും കേട്ടോ. അപ്പോൾ ഓർഡറും ഡിഗ്രിയും എന്താണ് എന്ന് പഠിക്കണം, അത് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്നുണ്ട്. പിന്നെ ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ അതെങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത്, ലീനിയർ ഇക്വേഷൻസ് എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത്, സെപ്പറബിൾ ഇക്വേഷൻസ്, എക്സാക്റ്റ് ഇക്വേഷൻ, അതൊക്കെ കവർ ചെയ്യേണ്ടതുണ്ട്. പിന്നെ സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷനിലേക്ക് വരുമ്പോൾ സൊല്യൂഷൻ ഓഫ് ഹോമോജീനിയസ് ഇക്വേഷൻസ് വിത്ത് കോൺസ്റ്റൻറ്റ് കോഎഫിഷ്യൻറ്റ്, വേരിയസ് ടൈപ്സ് ഓഫ് നോൺ ഹോമോജീനിയസ് ഇക്വേഷൻ, സൊല്യൂഷൻസ് ബൈ അൺഡിറ്റർമിൻഡ് കോഎഫിഷ്യൻസ്. ഇത്രയാണ് നമ്മുടെ സെക്കൻഡ് അതായത് ഡിഫറൻസിയേഷൻ്റെ ആ ഒരു സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ വരുന്നത്. അപ്പോൾ ഇതിൽ ഈ ഡിഫറൻസിയേഷൻ്റെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് മിക്ക ക്വസ്റ്റ്യൻസ് നമുക്ക് ഓപ്ഷനിൽ നിന്ന് നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റുന്നതാണ്. അപ്പോൾ കുറച്ചധികം ഡിഫറൻഷ്യൽ ഇക്വേഷനിലെ ക്വസ്റ്റ്യൻസൊക്കെ വർക്കൗട്ട് ചെയ്യുന്നത് നന്നായിരിക്കും. ഓർഡർ ഡിഗ്രി ഒക്കെ മസ്റ്റാണ് കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യണം, നിങ്ങൾ ഈ പോർഷൻസ് വെക്റ്ററും അതുപോലെ തന്നെ വെക്റ്റർ ഇൻ്റഗ്രേഷനും ഡിഫറൻഷ്യൽ ഇക്വേഷൻസും കൃത്യമായിട്ട് നോക്കുക. ഒരു പ്രോബ്ലം പേപ്പർ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഓക്കെ, അപ്പോൾ ഈ സെക്ഷൻസ് കവർ ചെയ്യുക. അതിലെ
ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ, ഓരോന്നിൻ്റെ ഡെഫിനേഷൻസ്, ക്രോസ് പ്രൊഡക്റ്റും ഡയറക്റ്റ് പ്രൊഡക്റ്റ് ഡോട്ട് പ്രൊഡക്റ്റൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ആ ടോപ്പിക്സുകൾ കവർ ചെയ്യുക. ഡിഫറൻഷ്യൽ ഇക്വേഷൻസിലെ പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്ത് നോക്കുക. ദെൻ നെക്സ്റ്റ് വീക്ക്, അതായത് 11 to 12 വീക്ക് മൊഡ്യൂൾ 6 നമ്മൾ കിടക്കുകയാണ്. മൊഡ്യൂൾ 6 ഡാറ്റ റെപ്രസെൻറ്റേഷൻ, അതായത് ഡാറ്റാസ് ഗ്രാഫ് ഉപയോഗിച്ചിട്ട് എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം, അതായത് റോ ഡാറ്റ, ക്ലാസിഫിക്കേഷൻ, ടാബുലേഷൻ ഓഫ് ഡാറ്റ, ഫ്രീക്വൻസി ടേബിൾസ്, അതുപോലെ തന്നെ ഡയഗ്രാംസ്, ബാർ ഡയഗ്രാം, സബ് ഡിവൈഡഡ് ബാർ ഡയഗ്രാം, പിന്നെ പൈ ഡയഗ്രാംസ്, അങ്ങനെ ഗ്രാഫ്, പിന്നെ ഫ്രീക്വൻസി പോളിഗൺ, ഫ്രീക്വൻസി കർവ്, ഒജീവ്, ഇത്രയും കാര്യങ്ങളൊക്കെ അതിലും നിങ്ങൾക്ക് കവർ ചെയ്യാനുണ്ട് കേട്ടോ. ഇനി അത് സിമ്പിളായിട്ടുള്ള ഒരു തിയറി പാർട്ട് പോലെ മാത്രമാണ് വരുന്നത്. പിന്നെ അതിൽ അടുത്തതിലേക്ക് വരുമ്പോൾ ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് അതിൻ്റെ മൊഡ്യൂൾ 6 വരുന്ന അടുത്ത ടോപ്പിക്ക്. അതിലേക്ക് വരുമ്പോൾ പെർസെൻറ്റേൽസ്, ഡെസൈൽസ്, ക്വാർട്ടൈൽസ്, അരിത്തമെറ്റിക് മീൻ, മീഡിയൻ, മോഡ്, ജോമെട്രിക് മീൻ ആൻഡ് ഹാർമോണിക് മീൻ, പിന്നെന്താണ് റേഞ്ച്, മീൻ ഡീവിയേഷൻ, അതുപോലെ തന്നെ വേരിയൻസ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, ക്വാർട്ടൈൽ ഡീവിയേഷൻ, പിന്നെ റിലേറ്റീവ് മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷനായിട്ട് വരുന്ന കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ, പിന്നെ മൊമെൻറ്റ്സ്, സ്ക്യൂനെസ്, കർട്ടോസിസ്, ഇതൊക്കെ കവർ ചെയ്യേണ്ടതുണ്ട്. അപ്പം ഇത് സ്റ്റാറ്റിസ്റ്റിക്സിലേക്ക് കിടക്കുകയാണ്. ഈ ടോപ്പിക്കുകളൊക്കെ വളരെ എളുപ്പമാണ് കേട്ടോ. സ്റ്റാറ്റിസ്റ്റിക്സിലെ ഈ 6th മൊഡ്യൂളിലെ ടോപ്പിക്കുകൾ വളരെ സിമ്പിളായിട്ടുള്ള ടോപ്പിക്കാണ്, ഇൻട്രസ്റ്റിങ്ങുമാണ്. പിന്നെ അടുത്തത് അതിനകത്തേക്ക് വരുമ്പോൾ പ്രോബബിലിറ്റി ആണ്. പ്രോബബിലിറ്റിയിൽ റാൻഡം എക്സ്പെരിമെൻറ്റ്, സാമ്പിൾ സ്പേസ്, ഇവൻറ്റ്സ്, ടൈപ്സ് ഓഫ് ഇവൻറ്റ്സ്, അതുപോലെ ഇൻഡിപെൻഡൻസ് ഓഫ് ഇവൻറ്റ്സ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഡെഫിനേഷൻസ് ഓഫ് പ്രോബബിലിറ്റി, അഡീഷൻ തിയറം, കണ്ടീഷണൽ പ്രോബബിലിറ്റി, മൾട്ടിപ്ലിക്കേഷൻ തിയറം, ബേസ് തിയറം, അത്രയും കാര്യങ്ങളൊക്കെയാണ് ആ മൊഡ്യൂളിൽ വരുന്നത്. അപ്പോൾ വീക്കിലി പ്രാക്ടീസ് ചെയ്യുക, ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക, നല്ലൊരു ഫൗണ്ടേഷൻ ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. കൺസെപ്റ്റ് വളരെ തറോ ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് പ്രോബ്ലംസ് ചെയ്യാനായിട്ട് പറ്റും. അഗെയിൻ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലെ ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലെ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക. ഓക്കെ, ഇനി നമ്മൾ ലാസ്റ്റ് മന്തിലേക്ക് കിടക്കുകയാണ്. ലാസ്റ്റ് മന്തിലേക്ക് നമ്മൾ വരുമ്പം നമ്മുടെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻസിലെ അതിലേക്ക് കടക്കുകയാണ്. പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ, ബൈവേരിയറ്റ് ഡിസ്ട്രിബ്യൂഷൻ, കോറിലേഷൻ ആൻഡ് റിഗ്രഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റിലേക്ക് പോവുകയാണ്. അപ്പോൾ അവിടെ റാൻഡം വേരിയബിൾസ് ഉണ്ട്, പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻസ്. അതിനകത്ത് നമുക്ക് ഉള്ളത് മെയിനായിട്ടും റാൻഡം വേരിയബിൾസ്, മാത്തമാറ്റിക്കൽ എക്സ്പെക്റ്റേഷൻ, പിന്നെ ഡെഫിനേഷൻസ്, പ്രോപ്പർട്ടീസ് ഓഫ് പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ, പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ, പിന്നെ വരുന്നത് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ, ഇൻഡിപെൻഡൻസ് ഓഫ് റാൻഡം വേരിയബിൾസ്, മൊമെൻറ്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, മൊമെൻറ്റ് ജനറേറ്റീവ് ഫംഗ്ഷൻ. പിന്നെ സ്റ്റാൻഡേർഡ് ഡിസ്ട്രിബ്യൂഷൻസ്, യൂണിഫോം, ബൈനോമിയൽ, പോസോൺ ആൻഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻസ്, അതുപോലെ തന്നെ ബൈവേരിയറ്റ് ഡിസ്ട്രിബ്യൂഷൻ, അതിനകത്ത് ജോയിൻ്റ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് 2 റാൻഡം വേരിയബിൾസ് വരുന്നുണ്ട്, പിന്നെ മാർജിനൽ ആൻഡ് കണ്ടീഷണൽ ഡിസ്ട്രിബ്യൂഷൻ വരുന്നുണ്ട്. ഓക്കെ, പിന്നെ ആ മൊഡ്യൂൾ 7 വരുന്ന അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് കോറിലേഷൻ ആൻഡ് റിഗ്രഷൻ ആണ്. കോറിലേഷൻ ആൻഡ് റിഗ്രഷനിൽ സ്കാറ്റർ തിയറം, കാൾ പിയേഴ്സൺസ് കോറിലേഷൻ കോഎഫിഷ്യൻ്റ്, പിന്നെ സ്പിയർമാൻസ് റാങ്ക് കോറിലേഷൻ കോഎഫിഷ്യൻ്റ്, പ്രിൻസിപ്പിൾസ് ഓഫ് ലീസ്റ്റ് സ്ക്വയർ, കർവ് ഫിറ്റിങ്ങും, അതുപോലെ സിമ്പിൾ ലീനിയർ റിഗ്രഷൻ, ഇത്രയും കൺസെപ്റ്റുകളാണ് വരുന്നത്. അപ്പോൾ ആ കൺസെപ്റ്റുകൾ തറമാക്കുക, പ്രീവിയസ് ഇയർ പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യുക കേട്ടോ. മൊഡ്യൂൾ 8 വരുമ്പോൾ അത് ചെറിയൊരു മൊഡ്യൂളാണ് കേട്ടോ. ബേസിക് കൺസെപ്റ്റുകളാണ് അതിനകത്ത് പഠിക്കാനുള്ള, കുറച്ച് തിയറി പോലെ വരുന്ന ഒരു മൊഡ്യൂളാണത്. അതിൽ റാൻഡം സാമ്പിളിംഗ് മെത്തേഡും സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻസും ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തിസിസ് ആണ് വരുന്നത്. ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തിസിസിലെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റുകൾ മാത്രം ഇൻക്ലൂഡ് ചെയ്യാനുള്ളൂ നമുക്കിവിടെ. അപ്പോൾ റാൻഡം സാമ്പിളിംഗ് മെത്തേഡിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൽ കവർ ചെയ്യേണ്ട കൺസെപ്റ്റുകൾ സാമ്പിളിംഗ് ആൻഡ് സെൻസസ്, സാമ്പിളിംഗ് ആൻഡ് നോൺ സാമ്പിളിംഗ് എറേഴ്സ്, അതുപോലെ തന്നെ സിമ്പിൾ റാൻഡം സാമ്പിളിംഗ്, പിന്നെ സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ്, അങ്ങനെയുള്ള കൺസെപ്റ്റുകളാണ് അവിടെ കവർ ചെയ്യാനുള്ളത് കേട്ടോ. പിന്നെ സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷനിലേക്ക് വരുമ്പോൾ പാരാമീറ്റർ ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്, സ്റ്റാൻഡേർഡ് എറർ, സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻസ്, നോർമൽ, അതുപോലെ തന്നെ TF, കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻസ്, സെൻട്രൽ ലിമിറ്റ് തിയറം, എസ്റ്റിമേറ്റ്സ്, അതുപോലെ ഡിസൈറബിൾ പ്രോപ്പർട്ടീസ് ഓഫ് എസ്റ്റിമേറ്റ്, അൺബയാസ്നെസ്, അതുപോലെ തന്നെ കൺസിസ്റ്റൻസി,
സഫിഷ്യൻസി ആൻഡ് എഫിഷ്യൻസി. പിന്നെ അടുത്തതിലേക്ക് വരുമ്പോൾ ടെസ്റ്റിംഗ് ഹൈപ്പോത്തസിസ്. ടെസ്റ്റിംഗ് ഹൈപ്പോത്തസിസിലാണ് നമ്മുടെ സിമ്പിൾ ആൻഡ് കോമ്പോസിറ്റ് ഹൈപ്പോത്തസിസ് വരുന്നത്. നൾ ആൻഡ് ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ്, ടൈപ്പ് 1 എറർ, ടൈപ്പ് 2 എറർ, ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ്, പവർ ഓഫ് എ ടെസ്റ്റ്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു മൊഡ്യൂളിൽ വരുന്നത്. തിയറി ആൻഡ് കൺസെപ്റ്റുകൾ ഒന്ന് തറവാക്കുക. പ്രോബ്ലംസ് PY ഇതിൽ കുറച്ച് പ്രോബ്ലംസ് ഉള്ളൂ എന്നാണ്. ബാക്കി മൊഡ്യൂൾ 6ഉം 7ഉം അതിലാണ് കൂടുതൽ പ്രോബ്ലംസ് വന്നിട്ടുള്ളത് കേട്ടോ, സ്റ്റാറ്റിസ്റ്റിക്സിൽ നിന്ന്. ഓക്കെ, ഫൈനൽ റിവിഷൻ. അപ്പോൾ നമുക്ക് 14ാമത്തെ ആഴ്ച കൊണ്ട് നമ്മുടെ പോർഷൻസ് എല്ലാം കവർ ചെയ്ത് കഴിഞ്ഞു. ഇനി 14, 15, 16 ഈ ആഴ്ചകളിൽ നമ്മുടെ ഫൈനൽ റിവിഷനും പ്രാക്ടീസാണ്. നമ്മുടെ വീക്കായിട്ടുള്ള ഏരിയാസ് അതിൽ ഫോക്കസ് ചെയ്യാം. ഓക്കെ, ഇനി ഫുൾ ലെങ്ത്ത് മോക്ക് ടെസ്റ്റ് എക്സാംസ്, അതായത് വേണമെങ്കിൽ നിങ്ങളൊരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് ആ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് തന്നെ ചെയ്ത് നോക്കുക. ഇപ്പോൾ നമ്മളിപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്കൗട്ട് ചെയ്യാനായിട്ട് പറഞ്ഞല്ലോ. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ലാസ്റ്റ് ടൈമിലെ എക്സാമിലെ ആ ക്വസ്റ്റ്യൻ പേപ്പർ മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒന്ന് റെഫർ ചെയ്ത് നോക്കുക, റെഫർ ചെയ്ത് പഠിക്കുക. ദെൻ ഫൈനൽ നിങ്ങളൊരു ടെസ്റ്റ് എക്സാം പോലെ ആ ഒരു മോക്ക് ടെസ്റ്റ് തന്നെ ടൈം വെച്ചിട്ട് ഒന്ന് അറ്റൻഡ് ചെയ്യുക. അതുപോലെ നേരത്തെ പറഞ്ഞ നമ്മൾ ഓരോ മൊഡ്യൂൾസ് പറഞ്ഞപ്പോഴും ഷോർട്ട് നോട്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞിരുന്നു. ആ ഷോർട്ട് നോട്ടുകൾ ഒന്ന് റിവൈസ് ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ സ്റ്റഡി പ്ലാനിൽ വരുന്നത്. അപ്പോൾ ജസ്റ്റ് ഒരു വീക്കിലി റൊട്ടീൻ നമ്മളിവിടെ സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓരോ ഡേയിലും എന്തൊക്കെ ആക്ടിവിറ്റീസാണ് ചെയ്യേണ്ടതെന്നുള്ളത്. മൺഡേ ടു തേഴ്സ്ഡേ പുതിയ ടോപ്പിക്കുകൾ പഠിക്കുക, ലേൺ ന്യൂ ടോപ്പിക്സ്, സോൾവ് റിലേറ്റഡ് പ്രോബ്ലംസ്. ഫ്രൈഡേ റിവൈസ് ദ വീക്സ് കണ്ടൻറ്റ്, ഓരോ വീക്കിലെയും കണ്ടൻറ്റുകൾ റിവൈസ് ചെയ്യുക. സാറ്റർഡേ പ്രാക്ടീസ് ടെസ്റ്റ് ഓർ പാസ് പേപ്പേഴ്സ്, ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് റെഫർ ചെയ്ത് പഠിക്കുക. ഇനി സാറ്റർഡേ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ചെറിയ റിവിഷൻ നടത്താം, അല്ലെങ്കിൽ ഡൗട്ട് ക്ലിയറിങ്ങിൽ ഒരു ദിവസമൊക്കെ നമ്മൾ റെസ്റ്റ് എടുത്താലും നന്നായിരിക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ്, ജസ്റ്റ് ഒരു സജഷൻ മാത്രമാണ്. നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ മോഡിഫൈ ചെയ്യാവുന്നതാണ്. സ്വന്തം എക്സാമിന് നമ്മൾ സ്വയം എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ സ്വയമായിട്ടുള്ളൊരു പ്ലാൻ ഉണ്ടാക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അപ്പോൾ നിങ്ങൾക്കൊരു സാമ്പിൾ പോലെ ഇത് പ്രൊവൈഡ് ചെയ്തതാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച്.